കൃഷ്ണ കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ കഴലീണ കൈ തൊഴുന്നേ കൃഷ്ണ ശരണാഗതൻ മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ശരണാഗതൻ മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ഗുരുവായൂർ പുരം തന്നിൽ മരുവുമഖില ദുരിത ഹരണ ഭഗവൻ കരുണ കൃഷ്ണ കഴലീണ കൈ തൊഴുന്നേ കൃഷ്ണ ഒരു തര ഭാവസിന്ധോ ദുരിത സഞ്ജയ മാകും തീരതന്നിൽ മൂഴുകുന്ന നരതതി കേവലംബം മരതക മണിവർണ്ണൻ ഹരി തന്നെ എന്നു തവ മരതക മണിവർണ്ണൻ ഹരി തന്നെ എന്നു തവ ചരിതവർ നനങ്ങൾ തവ ചരിതവർ നനങ്ങളിൽ സകല മുനികൾ പരവ അറിവനതുന കരുണ ചെയ്വ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പം ഇന്ന് ജഗന്നാഥ് ഭഗവാന്റെ കുറച്ച് പാസ്റ്റ് ടൈംസ് പറയാമെന്ന് വിചാരിച്ചു. അതായത് നമ്മള് ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ, പുണ്യക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഒരിടത്തും കിട്ടാത്ത ഫീല് നമുക്ക് ജഗന്നാഥ് പുരിയിൽ കിട്ടും. അതിന് മെയിൻ കാരണം അവിടുത്തെ പ്രസാദമാണ്, പിന്നെ ഭഗവാനാണ്. നമ്മള് എല്ലാം ഭഗവാന്റെ വിഗ്രഹങ്ങളും കാണുമ്പോൾ ഭഗവാൻ മേ ബി 2 കൈകളൊക്കെ ഉള്ള ചെറിയ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ
മഹാവിഷ്ണുവിന്റെ രൂപത്തില് ചതുർഭുജ രൂപമായിരിക്കും. അങ്ങനത്തെ രൂപങ്ങളാണ് നമ്മൾ സ്ഥിരം ക്ഷേത്രങ്ങളിൽ കാണാറുള്ളത്. എന്നാ ഭഗവാൻ ഇവിടെ വലിയ രണ്ട് കണ്ണുകളായിട്ട്, അതും കണ്ണടയ്ക്കാൻ പറ്റാത്ത വലിയ രണ്ട് കണ്ണുകളായിട്ടും, കൈയേ ഇല്ലാതെ, കൈയും കാലും ഒന്നും നേരെ ഇല്ലാതെ ഒരു വല്ലാത്തൊരു രൂപം, അതായത് നമ്മൾ ഇതേവരെ കാണാത്ത ഒരു രൂപത്തിലാണ് ഭഗവാൻ ജഗന്നാഥ് പുരിയിൽ ഇരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ രൂപം നമുക്ക് വളരെ ഇഷ്ടമാണ്. മാത്രമല്ല, ജഗന്നാഥ് പുരിയിലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് വേറെ ഒരു ക്ഷേത്രത്തിലും പോയിട്ട് ഭഗവാനെ പോയി അകത്ത് പോയി കെട്ടിപ്പിടിക്കുക, മീൻസ് ക്ഷേത്രത്തിന്റെ അകത്തല്ല, ഭഗവാൻ വെളിയിൽ ശിവേലിക്ക് നമ്മൾ ഇറങ്ങുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങുമല്ലോ ഉത്സവ സമയങ്ങളിൽ. ആ സമയത്ത് നമുക്ക് ഭഗവാനെ പോയി അകത്ത് പോയി എടുക്കാനോ കെട്ടിപ്പിടിക്കാനോ ഇതൊന്നും നമുക്ക് പറ്റില്ല. അത് അവിടുത്തെ പൂജാരിമാർക്ക്, ബ്രാഹ്മണന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ജഗന്നാഥ് പുരിയിൽ അത് നേരെ തിരിച്ചാണ്. നമുക്ക് ഭഗവാൻ രഥയാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ പോവാൻ, കെട്ടിപ്പിടിക്കാം. അതും വേറൊന്നുമല്ല, അകത്തെ വിഗ്രഹം തന്നെ. ഭഗവാൻ എങ്ങനെയാണോ ജഗന്നാഥ് പുരിയിൽ ഇരിക്കുന്ന ആ വിഗ്രഹം തന്നെയാണ് വെളിയിൽ കൊണ്ടുവരുന്നത്. പക്ഷെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ എത്ര വേണമെങ്കിലും നമുക്ക് അവിടെ പോവാം. പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും, എന്നാലും നമുക്ക് ഭഗവാനോടെ പോവാം, കെട്ടിപ്പിടിക്കാം. പിന്നെ ഒരു കാര്യം പറയുന്ന വെച്ചാൽ, ആ സമയത്ത് രഥയാത്ര സമയത്ത് ഭഗവാന്റെ കാതില്, ഭഗവാൻ ഇറങ്ങുമ്പോ ഭഗവാന്റെ കാതില് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാല് അത് നടക്കും എന്നാണ് പറയാറ്. അതിന് എന്താ പറയാ, അത് നടന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഇന്നുമുണ്ട് ആൾക്കാര്, ഇപ്പോഴും ഈ ഒരു സമയത്ത് അത് നടന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഭഗവാൻ രഥയാത്രയ്ക്ക് വരുമ്പോ ഭഗവാന്റെ അവിടെ പോയി ചെവിയിൽ നമ്മുടെ ആഗ്രഹം പറയാം. പക്ഷെ ഇത് എളുപ്പമാണ്, പക്ഷെ എന്നാലും നടക്കാൻ ഭയങ്കര പാടാണ്. കാരണം അത്രയ്ക്ക് തിരക്കാണ് അവിടെ വരുന്നത്. പുരിയിലുള്ള ആൾക്കാർ തന്നെ ആകുമ്പോഴത്തേക്കും കൂടും. അപ്പം നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ തന്നെ ഭയങ്കര പാടായിരിക്കും. അപ്പം ഈ ജഗന്നാഥ് ഭഗവാന് അവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പ്രസാദമാണ്. ഭഗവാൻ ജഗന്നാഥായിട്ട് അവതരിച്ചതിന്റെ പ്രസാദത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് 24 hours നമുക്ക് പ്രസാദം അവിടുന്ന് കിട്ടും. എത്ര വിശന്ന് പോയ ആളായാലും ഭഗവാന്റെ പ്രസാദം കഴിക്കാതെ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. മാത്രമല്ല, അവിടെ പ്രസാദത്തിന് വേറൊരു പ്രത്യേകത, ചിലപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ ആ പ്രസാദമൊക്കെ ഇരിക്കുന്നതാണ് നമുക്ക് കഴിക്കാൻ ഇഷ്ടം തോന്നത്തില്ല. എന്നാലും അവിടുത്തെ ഭഗവാന്റെ പ്രസാദം ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ജീവിതകാലത്തിൽ ഒരിക്കലും അത് മറക്കില്ല. കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഭഗവാന്റെ പ്രസാദം. മാത്രമല്ല, ഭഗവാൻ അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഭഗവാന് 64 ടൈപ്സ്, 64 തരത്തിലുള്ള പ്രസാദമാണ് ഒരു സമയത്ത് ഓഫർ ചെയ്യുന്നത്. അത് ഓഫർ ചെയ്ത് ഭഗവാൻ കഴിച്ച് ഭഗവാന്റെ കൈ കഴുകി കൈ ഉണങ്ങുന്നതിന് മുമ്പ് അടുത്തത് കൊണ്ടുവരണം, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പം 64 പ്രസാദം കൊണ്ടുവച്ച് ഭഗവാൻ ഓഫർ ചെയ്തിട്ട് അത് കഴിഞ്ഞെടുത്ത് അടുത്ത് വീണ്ടും 64 അങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രസാദം അപ്പായിട്ട് വെളിയിൽ എത്തിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല, നമുക്ക് അത് വേണം ഇത് വേണ്ട അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാം കൂടെ ഒരുമിച്ച് ആണ് നമുക്ക് ആ പ്രസാദം, എല്ലാ പ്രസാദവും കൂടി ഇട്ട് ഒരുമിച്ച് നമുക്ക് തരത്തുള്ളൂ ഭഗവാന്റെ അവിടെ ജഗന്നാഥ് പുരിയിൽ. അപ്പോ ഈ പ്രസാദം ഭഗവാൻ നമുക്ക് തരുന്നതിന് പിന്നിലും വേറൊരു കഥയുണ്ട്. അതായത്, ഒരിക്കൽ നാരദ മുനി ലക്ഷ്മി ദേവിയോട്, ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന സമയത്ത് നാരദ മുനി വരും. നാരദ മുനി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് വരും. അപ്പോ ലക്ഷ്മി ദേവി ചോദിക്കും, അങ്ങ് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കും. അപ്പൊ നാരദ മുനി പറയും, ഞാൻ എത്രയോ കാലമായി ഭഗവാന് വേണ്ടി സർവീസ് ചെയ്യുന്നു, എത്രയോ കാലമായി ഭഗവാന്റെ നാമം ജപിക്കുന്നു. പക്ഷെ എനിക്ക് പ്രസാദം കഴിക്കാനുള്ള ഒരു എന്താണ് ഇത് മാത്രം, അനുഗ്രഹം മാത്രം ഭഗവാൻ തന്നില്ല. ഭഗവാൻ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാനുള്ള ഇത് മാത്രം എനിക്ക് തന്നില്ല. ലക്ഷ്മി ദേവി എങ്ങനെയെങ്കിലും ഭഗവാൻ കഴിച്ചതിന്റെ ഒരു അല്പം, ഒരു ചെറിയ പൊടിയെങ്കിലും എനിക്ക് തരണേ, എടുത്തു തരണേ എന്ന് പറയും. അപ്പൊ ലക്ഷ്മി ദേവി ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ ലക്ഷ്മി ദേവി അന്ന് ഭഗവാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഭഗവാൻ കഴിച്ചതിന്റെ ബാക്കി ആർക്കും കൊടുക്കില്ല എന്നൊരു ഇത് കൊടുത്തിട്ട് ഭഗവാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യും? പക്ഷെ നാരദ മുനിയുടെ വിഷമവും കാണാൻ വയ്യ. ഇപ്പൊ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഭഗവാൻ ഓട്ടോമാറ്റിക്കലി ലക്ഷ്മി ദേവിയുടെ മുഖത്ത് വിഷമം കാണുമ്പോ ഭഗവാൻ ചോദിക്കും, ലക്ഷ്മി ദേവി എന്തിനാണ് വിഷമിച്ചിരിക്കുന്നതെന്ന് ഭഗവാൻ ചോദിക്കും. അപ്പോ ലക്ഷ്മി ദേവി പറയും, ഇങ്ങനെ നാരദ മുനി ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ അങ്ങേക്ക് വാക്കും തന്നിട്ടുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ഭഗവാൻ ലക്ഷ്മി ദേവി ഭഗവാനോട് പറയും. അപ്പൊ ഭഗവാൻ പറയും, ശരി ദേവി എനിക്ക് തന്ന വാക്ക് തെറ്റിക്കണ്ട, ഞാൻ പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം തിരിഞ്ഞാല് അപ്പൊ ദേവി എന്റെ പ്ലേറ്റ് എടുത്തോ, പ്ലേറ്റിന്റെ പ്ലേറ്റ് ദേവി എടുത്തോണ്ട് നോക്കും. അപ്പൊ ഞാൻ ആ
പ്രസാദം ബാക്കി ആർക്കും കൊടുക്കണ്ടെന്ന് ഞാൻ പറയില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ ഭഗവാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവി തന്നെ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കി ഭഗവാന്റെ ശ്രദ്ധ തിരിക്കും. ഭഗവാൻ അങ്ങോട്ട് നോക്കുന്ന സമയം കൊണ്ട് ലക്ഷ്മി ദേവി ആ പ്ലേറ്റ് എടുത്തു മാറ്റും. അപ്പൊ അതിൽ അല്പം കുറച്ച് പ്രസാദേ ഉള്ളൂ, വളരെ കുറച്ച് പ്രസാദം. അതാണ് ആര് കൊടുക്കുന്നത്? നാരദമുനിക്ക് കൊടുക്കുന്നത്. നാരദമുനി ഈ പ്രസാദം കണ്ടപ്പോഴേ തല കറങ്ങി വീഴാൻ തുടങ്ങി. എന്നിട്ട് വേഗം കഴിച്ച് ഇതുപോലെ ഉള്ളൂ, ഒരു 2 വായേ ഉള്ളൂ. ആ 2 വാ വേഗം കഴിച്ചിട്ട് അവിടെ കിടന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുന്നു. ഇതുവരെ കിട്ടാത്ത രീതിയിൽ നാരദമുനി പ്രസാദം കിട്ടിയപ്പോഴത്തേക്കും ചാടുന്ന, തല ഇറങ്ങി വീഴുന്ന, എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നാരദമുനിക്ക് പോലും അറിയാത്ത രീതിയിലായിപ്പോയി. അപ്പോ നാരദമുനി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നാരദമുനി ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നാരദമുനി കണ്ട ഒരു സദ്യ, 1-2 സദ്യ ഒരുമിച്ച് കഴിച്ച ഒരു ഫീലാണ് നാരദമുനിക്ക്. ഒരല്പം പ്രസാദം, 2 വാ പ്രസാദേ നാരദമുനിക്ക് കിട്ടിയുള്ളൂ. എന്നാലും ഒരു 2-3 സദ്യ ഒരുമിച്ച് കഴിച്ച ഒരു ഇതാണ് നാരദമുനിക്ക്. അങ്ങനെ നാരദമുനി ചാടാനും ഡാൻസ് ചെയ്യാനും തുടങ്ങി. നാരദമുനി വൈകുണ്ഠത്തിൽ നിന്ന് ചാടി നേരെ എത്തിയത് കൈലാസത്താണ്. ആ രീതിയിലാണ് നാരദമുനിയുടെ എന്താ പറയാ, എല്ലാം പോയി വട്ടായി എന്ന രീതിയിലാണ് നാരദമുനി കാണിക്കുന്നത് അവിടെ കിടന്ന് പ്രസാദം കഴിച്ചപ്പോ. അപ്പോ കൈലാസത്തെത്തി അവിടുന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മഹാദേവൻ ചോദിക്കും, അങ്ങ് എവിടുന്നാണ് വന്നത്, അങ്ങക്ക് എന്തൊറ്റ ഇങ്ങനെ വന്നതിന്റെ കാരണം എന്ന് ചോദിക്കുമ്പോ നാരദമുനി പറയും, ഞാനിപ്പോ ഒരു വലിയ സദ്യ കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ, പ്രസാദം കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ മഹാദേവൻ പറഞ്ഞു, അങ്ങ് പ്രസാദം കഴിച്ചോ? എനിക്ക് എവിടെ, അങ്ങ് എനിക്ക് കൊണ്ടുവന്നില്ലേ? അങ്ങ് എന്തായാലും എനിക്ക് കൊണ്ടുവരാതിരിക്കില്ല, ഒരു അല്പമെങ്കിലും എനിക്ക് കൊണ്ടുവരാതിരിക്കില്ല, എവിടെ എന്റെ പങ്ക് എവിടെ എന്ന് ചോദിക്കും. അപ്പൊ നാരദമുനി പറയും, ഞാൻ പ്രസാദം കഴിച്ചപ്പോ അങ്ങയെ കുറിച്ച് ഓർത്തില്ല എന്ന് പറയും. അപ്പൊ മഹാദേവൻ പറയും, ശരി, അങ്ങനെ കുറിച്ച് ഓർക്കണ്ട, അങ്ങയുടെ കയ്യിൽ നോക്കൂ, കയ്യിൽ എവിടെയെങ്കിലും ഒരു അല്പം പ്രസാദം അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അങ്ങ് അതെനിക്ക് തരൂ എന്ന് പറയാം. അപ്പൊ നാരദമുനി പറയും, ഇല്ല, ഞാൻ കൈ കഴുകിയിട്ടാണ് വന്നത്. അപ്പൊ മഹാദേവൻ പറയും, ഇല്ല, അങ്ങ് നോക്കൂ, അതിന്റെ എവിടെയെങ്കിലും അവിടെ ഉണ്ടാവും എന്ന് നോക്കും. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ആ കൈയുടെ അറ്റത്തൊരു ചെറിയ അരിയുടെ ഒരു ചെറിയ ഭാഗം ഉണ്ടാവും. അപ്പം നാരദമുനി പറയും, ഇനി ഇതേ ഉള്ളൂ എന്റെ കയ്യിലെന്ന് പറയും. അപ്പൊ മഹാദേവൻ പറയും, അത് തന്നെയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ആ ഒരു ചെറിയ അരി എടുത്ത് മഹാദേവൻ കഴിക്കും. ആ ചെറിയ അരി മഹാദേവൻ കഴിക്കുമ്പോ മഹാദേവന് കിട്ടുന്ന ആ സന്തോഷം, അല്ലെങ്കിൽ നാരദമുനിക്ക് ഉണ്ടായ അതേ അനുഭവം തന്നെയാണ് ആർക്കും ഉണ്ടാവുന്നത്, മഹാദേവനും ഉണ്ടാവുന്നത്. ആ ചെറിയ ഒരു അരി കഴിച്ചപ്പോഴത്തേക്കും അദ്ദേഹം അവിടെ കിടന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അവിടെ കിടന്ന് എന്താ പറയാ, അദ്ദേഹം എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് തറയിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി, ഡാൻസ് ചെയ്യാൻ തുടങ്ങി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് വരുന്നത് പാർവതി മാതാവാണ്. പാർവതി മാതാവ് വരുമ്പോ ഇവർ രണ്ടുപേരും എന്തൊക്കെയോ ചെയ്യുന്നതാണ് പാർവതി മാതാവ് കാണുന്നത്. പാർവതി മാതാവ് ചോദിക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഇവർ രണ്ടുപേരും പറയും, ഞങ്ങള് പ്രസാദം കഴിച്ചു. മഹാദേവൻ ഒരു അരിയാണ് കഴിച്ചത്, എന്നാലും മഹാദേവൻ പറയും, ഞാൻ പ്രസാദം കഴിച്ചു. നാരദമുനി പറയും, ഞങ്ങൾ പ്രസാദം കഴിച്ചിട്ടുള്ള ഇതാണെന്ന് പറയും. അപ്പൊ പാർവതി മാതാവ് മഹാദേവന്റെ അടുത്ത് പറയും, അങ്ങ് എന്തായാലും എനിക്ക് വേണ്ടി മാറ്റി വെക്കാതിരുന്നിട്ടുണ്ടാവില്ല എന്ന് പറയും. അപ്പോ മഹാദേവൻ പറയും, എനിക്ക് ഒരു അല്പം ഇത്രയും ചെറിയ അരിയാണ് കിട്ടിയത്, ഞാൻ അതിൽ നിന്ന് എവിടെയാണ് നിനക്ക് വെക്കേണ്ടതെന്ന് പറയും. അപ്പൊ പാർവതി മാതാവ് പറയാം, അത് 2ആയിട്ട് മുറിക്കായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് പാർവതി മാതാവിന് ദേഷ്യം വരും. പാർവതി മാതാവ് അവിടെ നിന്ന് പെട്ടെന്ന് തപസ് ചെയ്യാൻ തുടങ്ങും. പാർവതി മാതാവിന്റെ തപസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്ന് പറഞ്ഞ ഈ ദേഷ്യത്തിലാണ് തപസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു അഗ്നി അവിടെ ഫുള്ള് ഭയങ്കര പ്രകാശം കാര്യങ്ങളാണ്. അപ്പൊ പാർവതി മാതാവ് തപസ് ചെയ്യാൻ തുടങ്ങുമ്പോ തന്നെ ആരും എവിടെ വരും? ഭഗവാൻ എവിടെ വരും? വന്നിട്ട് ചോദിക്കും, എന്തിനാണ് സഹോദരി നീ തപസ് ചെയ്യുന്നത്, എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ പറയാം, എനിക്ക് പ്രസാദം വേണം, എനിക്കിപ്പൊ പ്രസാദം കിട്ടിയേ പറ്റൂ, അങ്ങ് മഹാദേവനും നാരദമുനിക്കൊക്കെ പ്രസാദം കൊടുത്തു, എനിക്ക് പ്രസാദം വേണമെന്ന് പറയും. അപ്പൊ മഹാദേവൻ ഭഗവാൻ പറയും, നിനക്ക് പ്രസാദമല്ലേ വേണ്ട, അത്രയേ ഉള്ളൂ, ഞാൻ തരാം, നിനക്ക് എത്രയോ പ്രസാദം ഞാൻ തരാം എന്ന് പറയും. അപ്പൊ പാർവതി മാതാവ് പറയും, എനിക്ക് മാത്രം പോരാ, എന്റെ കുട്ടികൾക്കും പ്രസാദം, എന്റെ മക്കൾക്കും പ്രസാദം കൊടുക്കണം എന്ന് പറയും. അപ്പൊ എന്റെ മക്കൾക്ക് പ്രസാദം കൊടുക്കണം എന്ന് പറയുമ്പോ ഭഗവാൻ വിചാരിക്കും കാർത്തികേയനും ഗണപതിക്കായിരിക്കും. പക്ഷെ അല്ല, പാർവതി ദേവിയുടെ മക്കൾ എന്ന് പറയുന്നത് ഈ ജഗത്ത് മുഴുവൻ ആരുടെ മക്കളാണ്? പാർവതി ദേവിയുടെ മക്കളാണ്. പാർവതി ദേവി ഇതിന്റെ മുഴുവൻ അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ മക്കൾ എന്ന് പറയുമ്പോ എല്ലാ ജീവജാലങ്ങളും അതിൽ ഉൾപ്പെടും. അത് എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടും. അതുകൊണ്ട് ഭഗവാന്റെ ഈ ഒരു ആഗ്രഹം
പാർവതി ദേവിയുടെ ഈ ഒരു ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുക്കും. അങ്ങനെ ഭഗവാൻ പറയും, ഞാൻ ഇനി ഒരു അവതാരം എടുക്കും, ജഗന്നാഥ് സ്വാമിയായിട്ട് അവതാരം എടുക്കും. അന്ന് അവതാരം ഈ കലിയുഗത്തിന്റെ അവസാനം വരെ ഞാൻ എല്ലാവർക്കും എന്ത് കൊടുക്കും? പ്രസാദം കൊടുക്കും. എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ പ്രസാദം കൊടുക്കുന്നതാണ്, നീ പേടിക്കണ്ടെന്ന് പറയും. അപ്പൊ പാർവതി ദേവി പറയും, അത് ഓക്കെ, പക്ഷെ എനിക്ക് ഇനി ഒരു കാര്യം കൂടെ വേണം. എനിക്ക് ഈ മഹാദേവന് ശിക്ഷ കൊടുക്കണം, കാരണം ഇദ്ദേഹം എനിക്ക് പ്രസാദം തന്നില്ല, അതുകൊണ്ട് ഈ മഹാദേവന് ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറയും, പിന്നെ എന്താ ഞാൻ കൊടുക്കാന്ന് പറയും. എന്നിട്ട് ഭഗവാൻ പറയും, എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പ്രസാദം ആദ്യം ആർക്ക് തന്നെ കിട്ടും? നിനക്കാണ്, പാർവതി ദേവിക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ജഗന്നാഥ് പുരിയുടെ അകത്താണ് ബിമലാദേവിയുടെ, പാർവതി ദേവിയായ ബിമലാദേവിയുടെ ടെമ്പിൾ ഉള്ളത്. അതിന് പുറത്താണ് ജഗന്നാഥ് പുരിയുടെ ആ ഒരു എന്താണ് ഇതിന് പുറത്താണ്, സർക്കിളിന് പുറത്താണ് മഹാദേവന്റെ ക്ഷേത്രം, അതായത് വിശ്വനാഥിന്റെ ക്ഷേത്രം. അതിന്റെ അകത്താണ് പാർവതി ദേവിയുടെ ക്ഷേത്രം. അപ്പം ആദ്യം ജഗന്നാഥ് പുരിയിൽ നിന്ന് പ്രസാദം കിട്ടിയ ആദ്യം അത് എവിടെ കൊണ്ടുപോകും? ബിമലാദേവിയുടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകും. അവിടെ ഓഫർ ചെയ്യുമ്പോൾ അത് മഹാപ്രസാദമാവും. ആ മഹാപ്രസാദമാണ് പിന്നെ വെളിയിൽ കൊടുക്കുന്നത്. ഭഗവാന്റെ അവിടെ നിന്നുള്ള പ്രസാദം നേരെ പാർവതി ദേവിയുടെ അവിടെ പോയി മഹാപ്രസാദമായിട്ടാണ് എവിടെ പോകുന്നത്? തിരിച്ച് പുറത്തു പോകുന്നത്. കാരണം പാർവതി ദേവി ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തയാണ്. ഭക്തന്മാര് കഴിക്കുന്ന പ്രസാദമാണ് എന്ത്? മഹാപ്രസാദം. അങ്ങനെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോ അത് മാത്രമല്ല, ഭഗവാൻ പറഞ്ഞ വാക്ക് ഭഗവാൻ പാലിക്കുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ഭഗവാന്റെ ഒരു ക്ഷേത്രത്തിലും എല്ലാ ജീവജാലങ്ങൾക്കും ഒരേപോലെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ക്ഷേത്രം ഇല്ല. ഭഗവാന്റെ ജഗന്നാഥ് പുരിയിൽ മാത്രമാണ് എല്ലാ ജീവജാലങ്ങളും, അതിനി പട്ടി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, കാക്കി ആയിക്കോട്ടെ, ഒരു വേർതിരിവും ഇല്ലാതെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു ക്ഷേത്രം ഏതേ ഉള്ളൂ? ജഗന്നാഥ് പുരി മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഭഗവാൻ പറയുന്നുണ്ട്, കലിയുഗത്തിന്റെ അവസാനം വരെ ഞാൻ അവിടുന്ന് പ്രസാദം കൊടുത്തോണ്ടിരിക്കും. ഇന്നും ജഗന്നാഥ് പുരി നശിപ്പിക്കാൻ 18 പ്രാവശ്യം ജഗന്നാഥ് പുരി വളരെ ശക്തമായി നശിപ്പിക്കാൻ മുസ്ലിംസും ബ്രിട്ടീഷുകാരും ഒക്കെ നോക്കിയിട്ട് പോലും ആ ജഗന്നാഥ് പുരിയുടെ അമ്പലത്തിന് ഒരു കുലുക്കം പോലും ഉണ്ടോ, ഒരു അല്പം ഇതുപോലും ഉണ്ടായിട്ടില്ല. അതിന്റെ കോൺസിക്വൻസ് അതിൽ ഉണ്ടാക്കിയിട്ടേ ഇല്ല. അപ്പം ഇനി അടുത്ത ജഗന്നാഥ് ഭഗവാന്റെ അടുത്ത ലീലകൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഹരേ കൃഷ്ണ.